നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൊമെന്റ് ഈ നിമിഷമാണ്. ഈ നിമിഷത്തിൽ ജീവിക്കാൻ എല്ലാവർക്കും സാധിക്കാറില്ല. അതാണ് നമ്മുടെ പരാജയം. അതിനുള്ള കുറച്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോ. ഒന്ന്, ഒരു പ്രോബ്ലം വന്നാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ചിന്തിക്കുക. ഈ പ്രശ്നം എപ്പോൾ തീരും എന്നിങ്ങനെ ചിന്തിച്ച് ഇരിക്കാതെ, ഈ പ്രശ്നത്തിന് വേണ്ടി എനിക്ക് എന്ത് കാര്യം, ഒരു ചെറിയ കാര്യം, അതിൻ്റെ മേൽ ഒരു ആക്ഷൻ എടുക്കാൻ ഇപ്പോൾ എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കാര്യം എന്താണ്? മനസ്സ് ഫ്യൂച്ചർ ഫിയറിൽ നിന്ന് പ്രസൻറ്റ് ആക്ഷനിലേക്ക് മാറും. ഇങ്ങനെ ചിന്തിക്കും. 2, മെൻ്റൽ പോസ്. ദേഷ്യം, പേടി, ടെൻഷൻ വരുന്ന സമയത്ത് ഉടൻ പ്രതികരിക്കാതിരിക്കുക. പോസ്, ഒബ്സർവ്, ചൂസ്. അത് പ്രതികരിക്കുന്നതിനും ബോധപൂർവമായ ഒരു തീരുമാനത്തിനിടയിൽ നിന്നുകൊണ്ട് ഒരു ചെറിയ സ്പേസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. 3, നോട്ട് നൗ ടെക്നിക്ക്. നോട്ട് നൗ, ആ ടെക്നിക്കിൻ്റെ പേരാണ് നോട്ട് നൗ. നാളെക്കുറിച്ചുള്ള ചിന്ത വന്നാൽ നമുക്കത് ഫോഴ്സ്ഫുള്ളി ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഈ പ്രശ്നം ഞാൻ ഒഴിവാക്കുന്നില്ല, പക്ഷേ അതിന് ടൈമുണ്ട്, അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയമുണ്ട് എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ അതിപ്പോഴല്ല സോൾവ് ചെയ്യേണ്ട സമയം, അതിനൊരു ടൈമുണ്ട്. എന്നിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് മടങ്ങി വരിക, ഈ നിമിഷത്തിലേക്ക് മടങ്ങി വരിക. 4, മനസ്സിനെ ഒരു നോട്ടിഫിക്കേഷൻ സെൻ്ററായി കാണുക. എന്താണ് ഒരു നോട്ടിഫിക്കേഷൻ സെൻ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഫോണിലൊക്കെ നോട്ടിഫിക്കേഷൻ വരാറുണ്ട്, പക്ഷേ എല്ലാ നോട്ടിഫിക്കേഷനും നമ്മളെടുത്ത് വായിക്കാറുണ്ടോ? ഇല്ല. അതുപോലെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഓരോ ചിന്തയും ഒരു നോട്ടിഫിക്കേഷനാണ്. അത് തുറക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുകയാണ്. 5ാമത്തെ റൂളാണ് 1 മൊമെൻറ്റ് 1 ജോബ്. ഭക്ഷണം കഴിക്കുകയാണോ? അവിടെ ശ്രദ്ധിക്കുക. കുട്ടിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ? കുട്ടിയോട് സംസാരിക്കുക, അത് ആസ്വദിക്കുക. ജോലി ചെയ്യണോ? ജോലി ചെയ്യുക, അത് ആസ്വദിക്കുക. അതാണ് ഈ റൂൾ. 1 മൊമെൻറ്റ് 1 ജോബ്. ശരീരം ഒരു സ്ഥലത്തും മനസ്സൊരു സ്ഥലത്തും ആവരുത്. മൈൻഡ്ഫുള്ളായിരിക്കുക. ആ നിമിഷത്തിൽ മനസ്സ് നിറഞ്ഞ് സന്തോഷിച്ച് ചെയ്യുന്ന ജോലിയിൽ, കഴിക്കുന്ന ആഹാരത്തിൽ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതാണ് മൈൻഡ്ഫുൾനെസ്. ദിവസം മുഴുവനും വറി ടൈം അല്ല, ലൈഫ് ടൈം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദിവസം മുഴുവൻ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം ഓരോ മണിക്കൂറും നമ്മളോട് ചോദിക്കുക, ഞാനിപ്പോൾ എന്താണ് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? ഒരു ചായ, അമ്മ ഇട്ട് തരുന്നൊരു ചായ, അല്ലെങ്കിൽ ഭാര്യ കൊണ്ടു തരുന്നൊരു ചായ, അല്ലെങ്കിൽ മക്കൾ കൊണ്ടു തരുന്നൊരു ചായ, അത് രുചിയോടുകൂടി ആസ്വദിച്ച് കുടിക്കണ്ടേ? രുചിയോട് കൂടിയ ഒരു ചായ, ഒരാളുടെ സംസാരം, പ്രകൃതി ഭംഗി ആസ്വദിക്കുക, കുടുംബത്തോടുള്ള ചെറിയ നിമിഷങ്ങൾ, ഇവയൊക്കെയാണ് യഥാർത്ഥ ജീവിതം. 7ാമത്തെ ടിപ്പാണ്, രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പായി നമ്മളോടൊന്ന് ചോദിക്കുക, ഇന്ന് ഞാൻ എത്ര പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്നതിന് പകരം ഇന്ന് ഞാൻ എത്ര നിമിഷം ജീവിച്ചു? ഒരു നിമിഷമെങ്കിലും എനിക്ക് ജീവിക്കാൻ സാധിച്ചു. ഞാൻ എന്നോട് ചോദിക്കാം, എന്നും ഉറങ്ങുന്നതിന് മുമ്പായി. ജീവിതം പ്രശ്നങ്ങൾ തീർന്നതിന് ശേഷം ഉണ്ടാകുന്ന ഒന്നല്ല. പ്രശ്നങ്ങൾക്കിടയിലും നമ്മൾ അനുഭവിക്കുന്ന ഓരോ നിമിഷങ്ങളും ജീവിതം. എല്ലാവരും മനസ്സിൽ ഉറപ്പിച്ചേക്കുക, മനസ്സിൽ ഉറച്ച തീരുമാനം എടുക്കുക. ലൈഫ് ഡസ് നോട്ട് ഹാപ്പൻ ടുമോറോ, ലൈഫ് ഹാപ്പൻസ് നൗ. അതുകൊണ്ട് ഇന്നു മുതൽ ഈ നിമിഷത്തിൽ നമുക്ക് ജീവിക്കാൻ തുടങ്ങാം. എല്ലാ ചിന്തകളെയും വിശ്വസിക്കേണ്ടതില്ല. എല്ലാ പ്രശ്നങ്ങളും ഈ നിമിഷം പരിഹരിക്കേണ്ടതുമില്ല. ഈ സമയവും കടന്നുപോകും, ഓർക്കുക.